കൃപേഷ് ശരത്ലാൽ വധത്തിൽ CPM ഒരു പങ്കുമില്ല. വ്യക്തമായല്ലോ. ആ കേസിന് അന്വേഷിക്കരുതെന്ന് CBI അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 1 കോടി രൂപയിൽ കൂടുതൽ ചെലവാക്കി, സർക്കാർ പണം ചെലവാക്കി കേരള സർക്കാർ, പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സർക്കാർ സുപ്രീം കോടതി വരെ പോയി അഡ്വക്കേറ്റുമാരെ വെച്ചു. പാർട്ടിക്ക് ഇതിലൊരു താല്പര്യമില്ല, ഗവൺമെന്റിന് വലിയ താല്പര്യമില്ല. ഇനി CBI കൂട്ടിലിട്ട തത്തയാണ്, അതുകൊണ്ട് കൂട്ടിലിട്ട തത്തയായതുകൊണ്ട് CBIയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഒരു 2-3 കൊല്ലം പുറകോട്ട് പോയാൽ മതി. ഒരു സംഭവമുണ്ട്. സംഭവം എന്താണെന്നറിയോ? ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു കേരളത്തിൽ, മലപ്പുറത്തും ഒക്കെ, വേങ്ങരയൊക്കെ. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഒരു ഉത്തരവ് കേരള മന്ത്രിസഭ പുറപ്പെടുവിക്കുന്നു. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറയുന്നു, എന്താണെന്നറിയോ? സോളാർ കേസ് CBIക്ക് വിട്ടു. എങ്ങനെ? ഇവിടെ അന്വേഷണം കഴിഞ്ഞു, സ്റ്റേറ്റ് അന്വേഷണം കഴിഞ്ഞു. പ്രതിപക്ഷത്തിന്റെ എതിരെയുള്ള കേസായതുകൊണ്ട് ഭരണപക്ഷത്തെ അന്വേഷിക്കാതിരിക്കുന്നു പറയാൻ പറ്റില്ല. അന്വേഷണ കമ്മീഷനെ വെച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ പ്രതിയുടെ ഒരു പ്രതിയാണ്, അവരും പ്രതിയാണ്. ഇതിലെ പരാതിക്കാരിയും പ്രതിയൊക്കെ ഒരാൾ തന്നെയാണ്. ആ പ്രതിയുടെ കയ്യിൽ നിന്ന് ഒരു കാപ്പായ കടലാസിൽ ഒരു സാധനം മേടിച്ച് ഒറ്റ രാത്രി കൊണ്ട് മന്ത്രിസഭ തീരുമാനിച്ചു സോളാർ കേസ് CBIക്ക് വിടാൻ. CBIക്ക് വിട്ടിട്ട് എന്തുണ്ടായി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ അതുകൊണ്ട് CBIക്ക് വിടുന്നതിനെതിരായിട്ട് പോയി കോൺഗ്രസിൽ നിന്നൊരാളെ കാലുമാറ്റിയെടുത്ത് CK ശ്രീധരനെ പ്രതികളുടെ വക്കീലാക്കി. അയാൾ ക്രിമിനൽ വക്കീലാണ്, ആരുടെ കൂടെ നിൽക്കാം. പക്ഷെ കോൺഗ്രസ്സുകാരനായി നിന്ന് ഈ പ്രശ്നം നടക്കുമ്പോൾ മുഴുവൻ അവരുടെ കൂടെ നിന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് ഏതാണ്ട് വിഭീഷണൻ രാവണനെ പറ്റിക്കണ പോലെ ഇങ്ങോട്ട് ചാടി. അത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം, അതും കഴിഞ്ഞ് ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരായത് മുഴുവൻ പാർട്ടിയുടെ വക്കീലന്മാർ, വഴിയെ പോയ വക്കീലന്മാരൊന്നുമല്ല ഹാജരായത്. അവരുടെ സ്വന്തം വക്കീലന്മാരും അല്ല, പാർട്ടിക്ക് വേണ്ടി സ്ഥിരം ഹാജരാകുന്ന വക്കീലന്മാർ. നേരത്തെ PV ദിവ്യയ്ക്കൊക്കെ വേണ്ടി ഹാജരായ വിശ്വം പോലെയുള്ള വക്കീലന്മാർ, അതും പാർട്ടിക്ക് ഒരു പങ്കില്ല കേട്ടോ. ഇത് കഴിഞ്ഞു ഇവരെ ശിക്ഷിച്ചു കഴിഞ്ഞ് ഇവരെ ജയിലിലേക്ക് പോകുമ്പോൾ മാത്രമല്ല, ശിക്ഷ വിധിക്കാൻ വരുമ്പോൾ സ്വീകരണം, ശിക്ഷ വിധിച്ച് ജയിലിലേക്ക് പോകുമ്പോൾ സ്വീകരണം, ജയിലിലേക്ക് പോയി കൂടെ പോയ സ്വീകരണം. എന്നിട്ടോ P ജയരാജൻ പോയത്, P ജയരാജൻ മാത്രമല്ല വേറെ കുറെ ആളുകളും കൂടെ പോയി, അത് ഓർമ്മിക്കണ്ടായി. P ജയരാജൻ പോയതിന് ന്യായീകരിച്ച് MV ജയരാജൻ, EP ജയരാജൻ ഒക്കെ വന്നിരിക്കുന്നു. EP ജയരാജനും പോയി. അപ്പൊ എന്താ കാര്യം? MV ജയരാജൻ പറയുന്നതാണ് കേട്ടോ നിയമപരമായി വളരെ കറക്റ്റായ ഒരു കാര്യം. ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയ്ക്ക് അയാൾക്ക് എപ്പോഴും അവിടെ പോകാൻ. അദ്ദേഹം ജയിൽ മാനുവൽ വായിച്ചിട്ടുണ്ടോ? ജയിൽ മാനുവൽ ഒരു പ്രാവശ്യം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ജയിലിൽ പോകണമെങ്കിൽ മുൻകൂർ അനുമതി വാങ്ങി ഏത് തടവുകാരനെ കാണണമെന്ന് എഴുതി മേടിച്ച് ആ പ്രത്യേക അന്വേഷണ സമയത്ത് മാത്രം നമുക്ക് പോയി കാണാം. ജയിലുപദേശക സമിതിക്ക് കാണണമെങ്കിൽ ജയിലുപദേശക സമിതിയുടെ യോഗം അവിടെ വിളിക്കണം. യോഗം വിളിക്കുമ്പോൾ ജില്ലാ കളക്ടർ അടക്കം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ യോഗത്തിൽ പോലീസിന്റെ IGO, അതുപോലെ ഉത്തരമേഖല IGO, അങ്ങനെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ ജയിൽ IG ഉണ്ടാവും. അങ്ങനെയാണ് അതിലുണ്ടാവേണ്ടത്. സെഷൻസ് ജഡ്ജ് ഉണ്ടാവും. ഇവിടെ ആരെങ്കിലും ഉണ്ടായോ ജയരാജന്റെ കൂടെ? കുറെ പാർട്ടി സഖാക്കളല്ലാതെ വേറെ ആരും ഉണ്ടായില്ലല്ലോ. വേറെ ആരും ഇല്ലാതെയല്ലേ പോയത്. അപ്പൊ അതിനർത്ഥം എന്താ? ജയരാജൻ പോയത് ഈ പ്രതികളുടെ കൂടെയാണ്, ഈ പ്രതികളെ കൊണ്ടാണ്, ഈ പ്രതികൾക്ക് എല്ലാ സൗകര്യവും അവിടെ കിട്ടും എന്ന് ഉറപ്പാക്കാനാണ്. അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, CPM-കാർ പ്രതികളായി കോടതിയിൽ പോയാൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അവർക്ക് ഒരു നിയമവും ബാധകമല്ല. CPM-ന്റെ ജയിൽ നിയമമുണ്ട്. പണ്ട് CPM-ന്റെ ഒരു പഴയ നേതാവ് പറഞ്ഞതുപോലെ അവർക്ക് കോടതിയുണ്ട്, പോലീസുണ്ട്, നിയമമുണ്ട്, DG ഉണ്ട്, IG ഒക്കെ ഉണ്ട്. അവരുടെ DGP P ശശിയാണ്. അത് അങ്ങനെയാണ്, അത് അവരുടെ DGP, അല്ലാണ്ട് മറ്റേ DGP ഒന്നും അവർക്ക് ബാധകമല്ല. അവർക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവരോട് ദിവസം രാവിലെ വന്ന് ജയില് വാർഡൻ ചോദിക്കും, എന്താ മെനു വേണ്ടേ? ചിക്കൻ, 2 ദിവസമായിട്ട് ചിക്കൻ, ഇന്ന് മട്ടൺ മതി എന്ന് പറഞ്ഞാൽ മട്ടൺ കൊടുക്കും. അതാണ് ജയിലിലൊരു സ്ഥിതി. അവരൊക്കെ ബർമുടയൊക്കെ ഇട്ട് മൊബൈൽ കളിക്കുന്നു. ഈ കൊടിസുനി എന്ന് പറയുന്ന ആ മഹാമനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മനുഷ്യാവകാശമാണ് ഇപ്പോൾ വലിയ പ്രശ്നം. എത്ര കേസിൽ അയാൾ പ്രതിയാന്ന് അയാൾക്ക് തന്നെ അറിയില്ല. അയാൾക്ക് അത്ര കേസിലെ പ്രതിയാ. 2 ഇരട്ട ജീവപര്യന്തം കൊടുത്തുകൊണ്ട് പറഞ്ഞത് ഇവർക്ക് പരോൾ പോലും അനുവദിക്കരുത്, ഒരു ഇളവ് അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി. അതൊന്നും കൊടിസുനിക്ക് ബാധകമല്ല. പിന്നെ കൊടിസുനിക്ക് പുറത്തു പോകുന്നില്ല കേട്ടോ. കൊടിസുനി അകത്തിരുന്നുകൊണ്ടാണ് അയങ്കിമാരെ കൊണ്ടൊക്കെ ഈ സ്വർണം പൊട്ടിക്കുന്ന പണി അടക്കം, കൊലപാതകം അടക്കം, കൊട്ടേഷൻ അടക്കം ചെയ്തതെന്ന് തെളിവ് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം അയാൾ വീണ്ടും വേറൊരു കേസിൽ പ്രതിയായിട്ട് ഹാജരാവാൻ മാഹി കോടതിയിൽ പോവാണ്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും കൊടിസുനിക്ക് ബാധകമല്ല. കൊടിസുനിക്ക് എപ്പോ വേണി പരോൾ കിട്ടും. ഇനി CPM തടവുകാരുടെ വിവാഹത്തിന് സ്പീക്കറും മന്ത്രിയും നേതാക്കന്മാരും ഒക്കെ പോകും. പരോളിലിറങ്ങി വിവാഹം കഴിച്ച് പോവാണ്. വീട്ടിലെ മുഴുവൻ ചെലവും കൊടുക്കും. അപ്പൊ തടവ് ഏതാണ്ട് ഒരു ജോലി പോലെയാ. അവർക്കൊരു ജോലിയാ. അവർക്ക് ജോലി അവിടെ ജയിലിൽ പോയി സുഖവാസം അനുഷ്ഠിക്കലാണ്. ഇത് പാർട്ടിക്ക് ഒരു പങ്കുമില്ല കേട്ടോ.
പാർട്ടി ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല. കൊടിസുനി അവസാനം തവനൂർ ജയിലിലേക്ക് മാറ്റി. തവനൂർ ജയിലിലേക്ക് TP വധക്കേസിൽ ആളുകളെ മാറ്റി. എന്തിനാ? ഇയാളവിടെ വലിയ ശല്യം ചെയ്തിട്ട് ജയിലർക്ക് നിൽക്കാൻ വയ്യ. ജയിലറെ തല്ലി, ഉദ്യോഗസ്ഥരെ തല്ലി, സഹതടവുകാരെ തല്ലി, നിരവധി കേസുകൾ ജയിലിനകത്ത് ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾക്കാണ് പരോൾ കൊടുത്തേക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതികളോട് ചെയ്തത്. കൃപേഷ് ശരത്ലാലിന്റെ കാര്യത്തിൽ നമുക്ക് പറയാട്ടോ, ഇതിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ല. പക്ഷെ പ്രതികൾ പാർട്ടിക്കാരാണ്, അവരെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ജോലിയാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, പാർട്ടിയുടെ മുൻ MLA ആണ്, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, ഏരിയ കമ്മിറ്റി മെമ്പറാണ്, പഴയ സെക്രട്ടറിയാണ്, ഒക്കെയാണ്. എല്ലാ പ്രതികളും CPM-കാരാണ്. പക്ഷെ പാർട്ടിക്ക് ഒരു പങ്കുമില്ല. നമ്മൾ അത് പറയരുത്. പാർട്ടിക്ക് ആ കേസിൽ ഒരു പങ്കുമില്ല. പക്ഷെ ഇവരെ ആനയിച്ച് കൊണ്ടുപോകാൻ തലവട്ടവും താലപ്പൊലിയും ഒക്കെ ആയിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകാനും കോടതിയിലേക്ക് കൊണ്ടുവരാനും CPM-കാരുണ്ട്. എന്നിട്ട് അതിനില്ലാത്ത ന്യായീകരണം പറയുക, ഞങ്ങൾ കൊല്ലും. നോക്കൂ, ഇതൊന്നും വേണ്ട. ആ വിധി വന്നതിന്റെ അന്ന് CPM സൈബർ സഖാക്കൾ എഴുതിയ സാധനങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. ചെമ്പടെ കിമ്പടെ അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ, എഴുതിയത് വായിച്ചാൽ മതി. ഏതോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത്, പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിയാവുകയോ ജയിലിൽ പോവുകയോ ചെയ്തതിന്റെ ഫലമായി ചെയ്ത മാരിയാണ് കൊടുക്കണേ. സഖാവെ, ശത്രുക്കളെ വെട്ടിവീഴ്ത്തിയ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ, ജയിൽ നമുക്ക് പുത്തിരിയല്ല എന്നൊക്കെ പറഞ്ഞു. എന്ത് കാര്യത്തിൽ ജയിലിൽ പോണതാണ്? 2 യുവാക്കളെ കണ്ടം തുണ്ടം വെട്ടിയിട്ട് TP വധക്കേസിൽ വെട്ടിയതിന്റെ അത്ര എണ്ണമില്ല എന്ന് തോന്നുന്നു, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ വെട്ടിയിട്ടുണ്ട്. അങ്ങനെ വെട്ടിയിട്ട് പോയ ആളുകളോട് നിങ്ങൾ ധീരസഖാക്കളാണ്, നിങ്ങൾ ഈ രാജ്യം ഏതോ വിപ്ലവ പ്രവർത്തനം നടത്തിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് എന്ന രൂപത്തിൽ സഖാക്കൾ താഴെ എഴുതുക. അതിനെ ന്യായീകരിക്കുന്ന തരത്തിൽ MV ജയരാജനും P ജയരാജനും EP ജയരാജനും, വേറെ ജയരാജൻ ഉണ്ടെങ്കിൽ അവരും എല്ലാ ജയരാജന്മാരും കൂടിയിട്ട്, അല്ലെങ്കിൽ പാർട്ടി അങ്ങനെ തന്നെ അതിനെ കൊടുക്കുക. MV ഗോവിന്ദനും ഏതാണ്ട് അതിനെ സപ്പോർട്ട് ചെയ്താൽ പറഞ്ഞത്. അതിപ്പോ എന്താ ചെയ്യുക? അങ്ങനെയല്ലേ വരുള്ളൂ. CBI കൂട്ടിലെ സത്യമാണ്. സത്യത്തിൽ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ല. CBI അന്വേഷണം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഒരു കോടതിയാണ് വിധിച്ചത്, അതവിടെ നിൽക്കട്ടെ. ഇത് CBIയെ കുറിച്ച് ഇവർക്ക് വലിയാത്ത പരാതിയുണ്ട്. 38 തവണ 40 തവണ ഒരു കേസ് സുപ്രീം കോടതിയിൽ മാറ്റി വെച്ചത് CBI ആണ്. 38 തവണ. ആ കൂട്ടിൽ തത്തയാണ്. ആരുടെ കൂട്ടിലെന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. CBI ആരുടെ കൂട്ടിലെ തത്തയാണ്? വാളയാർ കേസിൽ ഞങ്ങൾക്കറിയാം CBI ആരുടെ കൂട്ടിലെ തത്തയാണെന്ന്. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ട CBIയോട് പറയുന്നത് കേരള സർക്കാരാണ്. കൊടുക്കരുത്. കേരള സർക്കാരിന്റെ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട ആളുകളാണ് ആ കേസിൽ വാശിയോടെ പബ്ലിക് പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആളെ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ CBI ആരുടെ കൂട്ടിലെ തത്തയാണെന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. CBI കോടതിക്ക് നിവർത്തിയില്ലാതെയാണ് ആ കേസ് വിധിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. CBI എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നു ഇവർ രക്ഷിച്ചാൽ. പക്ഷേ ഏതായാലും പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്ന കാര്യം നമ്മളിപ്പോൾ വിശ്വസിച്ചേ പറ്റും. കാരണം ജയരാജന് പാർട്ടിയായിട്ട് ബന്ധമില്ല, EP ജയരാജന് ബന്ധമില്ല, P ജയരാജന് ബന്ധമില്ല, MV ജയരാജന് ബന്ധമില്ല, MV ഗോവിന്ദന് ബന്ധമില്ല. അല്ലെങ്കിൽ പ്രതി ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് കുഞ്ഞിരാമൻ ഒരു ബന്ധമില്ല പാർട്ടിയായിട്ട്. അപ്പൊ പിന്നെ നമുക്ക് പറയാലോ പാർട്ടിയായിട്ട് ഈ കൊലക്കേസിന് ബന്ധമില്ല. പിന്നെ ഇവരെല്ലാവരും ഒരു ടൂർ പോയതാണ് ജയിലിലേക്ക്. കണ്ണൂർ ജയില് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി ജയരാജനൊന്ന് പോയി. അവിടെ പോയപ്പോൾ ചില ആളുകളെയൊക്കെ കണ്ടു. യഥാർത്ഥത്തിൽ ഇത്രയും നാണം കെട്ട തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അധപ്പതിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റൂ.